നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാർസലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 2-1 സ്കോർ ലൈനിൽ ബാർസലോണ ജയിച്ചു കയറിയിരുന്നു. 7 പോയിന്റ്സ് ഇപ്പോൾ ടോപ്പ് ഓഫ് ദ ടേബിൾ ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് റയലിനോട് സംബന്ധിച്ചിട്ട്. അതിൻ്റെ അനാലിസിസിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. ബാർസയുടെ ലൈനപ്പും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഓൾമോയെ ഒരു ഫോൾസ് നയൻ ആയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള മത്സരമായിരുന്നു ഇത്. ടാക്ടിക്കലി ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആ ചെയ്തത്. ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. അതിനെ മൊത്തത്തിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും നല്ല നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള മൂവുകളും ടാക്ടിക്കലിയുള്ള ഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബാഴ്സലോണ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് ഗെയിം തുടങ്ങിയത് തന്നെ. കഴിഞ്ഞ മത്സരങ്ങളിൽ അവേ മത്സരങ്ങളിൽ ആദ്യ പകുതിയിൽ തന്നെ ഒരുപാട് ഗോളുകൾ നേടിയത് കൊണ്ടാവാം അങ്ങനെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് കാഴ്ചവെക്കാൻ കാരണം ഉണ്ടായത്, നമുക്കറിയില്ല. എന്നിരുന്നാലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക് ഫോറിലേക്ക് പോകുന്നു. മിഡ്ഫീൽഡേഴ്സിനെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ടായിരുന്നു ബോൾ പ്രോഗ്രഷന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഓൾമോയും ഫെർമിനും അവരെ ഒരുപാട് ആശ്രയിച്ചു. ഓൾമോ പലതവണ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടു. സെൻറ്റർ ബാക്സ് ഒരു സോൺ വരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ അതീതമായിട്ട് ഓൾമോനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് ബാഴ്സയ്ക്ക് ബിൽഡപ്പിൽ ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ച് ബോൾ സർക്കുലേഷനൊക്കെ ചെയ്തു വരുമ്പോൾ ഓൾമോക്ക് റിസീവ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാനായിട്ടും ഇത് സാധിച്ചിരുന്നു. ഇതേ സമയത്ത് തന്നെ ഫെർമിൻ ലോപ്പസ് അറ്റാക്കിംഗ് ലൈൻ അല്ലെങ്കിൽ ബാക്ക് ലൈനെ ലീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പൊസിഷൻ റൊട്ടേഷൻസ് ആയിട്ട്. അതിന് പുറമെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് അത്ലറ്റിക്കോയുടെ പ്രസിംഗ് ഷേപ്പ് അല്ലെങ്കിൽ ഡിഫൻസീവ് ഷേപ്പ് ആയിരുന്നു. പ്രത്യേകിച്ച് ബാഴ്സ ബിൽഡ് ചെയ്യുമ്പോൾ ലാമിൻ യമാലിനെ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് സ്പേസ് കൊടുക്കാതെ മാർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അത്ലറ്റിക്കോയുടെ ഒരു സ്ട്രാറ്റജി. ഇതിന് വേണ്ടിയിട്ട് ഒരു ബാക്ക് ഫോർ എന്ന നിലയ്ക്ക് അവർ ചെയ്യുമ്പോൾ ഒരുപാട് നേരോ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. അത്ലറ്റിക്കോയുടെ ഏറ്റവും ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള പ്ലെയറാണ് ഗിലിയാനോ സിമിയോണി എന്ന് പറയുന്നത്. സിമിയോണിനെ ഉപയോഗിച്ചിട്ട് അവർ ഒരു ബാക്ക് ഫൈവിലേക്ക് എത്രയും പെട്ടെന്ന് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലപ്പോഴും പല ടീമുകളും ഒരു ബാക്ക് ഫൈവിലേക്ക് പോകുന്നത് ലോ ബ്ലോക്കിലിരിക്കുമ്പോഴായിരിക്കും. പക്ഷേ ആ ഒരു സ്വിച്ച് ഓഫ് പ്ലേസിനെ തടയാനായിട്ട് അത്ലറ്റിക്കോ ഒരുപാട് മുന്നേ തന്നെ ഒരു ബാക്ക് ഫൈവിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇത് സിമിയോണിനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ വളരെ ചുരുക്കം തന്നെ ടീമുകൾക്ക് ഉണ്ടാവുള്ളൂ. ഈ ഒരു സിമിയോണിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ബാക്ക് ഫൈവിലേക്ക് പോകാനും ജസ്റ്റ് ഇൻ കേസ് ക്യാൻസലോ റിസീവ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രസ് ചെയ്യാനായിട്ടും സിമിയോണിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇത് അത്ലറ്റിക്കോക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം പല സാഹചര്യങ്ങളിലും ഡിസ്റ്റൻസസ് കൂടുതലായിരുന്നു. ആ ഒരു ബാക്ക് ലൈനിൽ നിന്ന് പിന്നീട് സർക്കുലേഷൻ വരുമ്പോഴേക്കും അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യാന്നുള്ളത് പറയുമ്പോൾ ഒരുപാട് ടൈമും എഫേർട്ട് എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും ഡിസ്റ്റൻസസ് ഒരു പ്രശ്നമായിരുന്നു. ആ ഒരു മാറ്റർ കൺസിഡർ ചെയ്തിട്ട് അവരുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 4-2-2 എന്നുള്ള ഷേപ്പിലേക്കായിരുന്നു അത്ലറ്റിക്കോ നിന്നിരുന്നത്. കാരണം ഒരു ബാക്ക് ഫൈവിലേക്ക് പെട്ടെന്ന് പോകാതെ തന്നെ ആ ഒരു ക്യാൻസലിനെ പ്രസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് പ്ലേസ് തടയാനായിട്ട് ബാക്ക് ഫൈവിലേക്ക് പോകാനായിട്ടുള്ള പൊസിഷനായിരുന്നു സിമിയോണി അവിടെ എടുത്തിരുന്നത്. ബാഴ്സയുടെ മിഡ്ഫീൽഡേഴ്സിനെ അവർ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഓൾമോ ഡ്രോപ്പ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ബാഴ്സയ്ക്ക് ബിൽഡപ്പിൽ സാധിച്ചു. പ്രത്യേകിച്ച് ലമീനൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് ഒരു തേർഡ് മാൻ പാസിലൂടെ തന്നെ ബാഴ്സയ്ക്ക് ആശ്രയിക്കേണ്ട വന്നിരുന്നു പലപ്പോഴും. ഈ ഓൾമോക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള സ്പേസ് ഫെർമിൻ ലോപ്പസ് പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം സ്ട്രൈക്കറുടെ തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ പിന്നിലൊക്കെ ആയിട്ട് നമ്പർ 10 കളിക്കുമ്പോൾ ആ ഒരു ഫോൾസ് നയൻ എന്ന പ്രതീകം വർക്കാവാൻ സാധ്യതകൾ കുറവാണ്. കാരണം അത്രയും ടൈറ്റ് ആയിട്ടുള്ള സ്പേസസിലായിരിക്കും പറ്റും. പക്ഷെ കമ്പൈൻ ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് അങ്ങനെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഇരിക്കുന്ന ടീമിനെ കൊണ്ട്. നമുക്ക് ഫെർമിൻ ലോപ്പസിന്റെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം. ആ ഒരു റൈറ്റ് ഹാൻഡ് ഹാഫ് സ്പേസ് ചാനലിലും റൈറ്റ് ഹാൻഡ് ചാനലിലൊക്കെയാണ്, വൈറ്റ് ചാനലിലൊക്കെയാണ് ഫെർമിൽ ഇന്നലെ തന്നെ പൊസിഷൻ ചെയ്തിരുന്നത്. ഇത് യമാലിനായിട്ട് ഒരുപാട് കോമ്പിനേഷൻസ് ഉതിർക്കാനായിട്ട് സാധിച്ചു. ബാഴ്സയ്ക്ക് അവിടെ ടൈറ്റ് സ്പേസസിൽ 2 നല്ല പ്ലെയേഴ്സ്, ഫെർമിനാവട്ടെ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തുന്നതിലും ഉഗ്രനാണ്. അപ്പോൾ അങ്ങനത്തെ രീതിക്ക് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ബാഴ്സയ്ക്ക് ഇന്നലെ ഒരുപാട് സാധിച്ചിരുന്നു. കൂടാതെ ഈ ഒരു ഹാഫ് സ്പേസിൽ പൊസിഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ദ പിച്ച് അല്ലെങ്കിൽ മിഡിൽ സോൺ ഓപ്പൺ ആയിട്ട് എടുക്കാനായിട്ട് ബാഴ്സയ്ക്ക് സാധിച്ചു. അവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓൾമോയ്ക്ക് സാധിച്ചിരുന്നു. ഒരു ബോക്സ് മിഡ്ഫീൽഡ് പോലെയൊക്കെയായിരുന്നു ക്രിയേറ്റ് ആയിരുന്നത്. ഇതിന്റെ വേറൊരു ഗുണം, ഓൾമോയെ ഫോളോ ചെയ്തിട്ട് സെൻറ്റർ ബാക്ക് വരുമായിരുന്നെങ്കിൽ അത്ലറ്റിക്കോക്ക് തങ്ങളുടെ ബാക്ക് ലൈൻ ക്ലോസ് ചെയ്യേണ്ടി വരും, അതായത് കൂടുതൽ നേരോ ആക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ റാഷ്ഫോർഡ് എപ്പോഴും ഓപ്പൺ ആയിരുന്നു. റാഷ്ഫോർഡിനെ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ട്രാറ്റജി ആയിരുന്നു ഈ ഓൾമോയുടെ ഫോൾസ് നയൻ എന്നുള്ളത്. പലപ്പോഴും ഫോൾസ് നയനൊക്കെ വരുമ്പോൾ ആ ഒരു പ്ലെയർ വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും പ്ലെയേഴ്സിനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. പലപ്പോഴും പറയും ഓൾമോക്ക് നല്ലൊരു രീതിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല. പക്ഷെ ഓഫ് ദ ബോൾ ഇങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പല പ്ലെയേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുമ്പോൾ മറ്റ് പ്ലെയേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരുന്നു ഇന്നലെ റാഷ്ഫോർഡിനെ കൊണ്ട് ബാഴ്സയ്ക്ക് ഗുണമുണ്ടായിരുന്നത്. അപ്പുറത്ത് റൈറ്റ് ടൈമിൽ ക്യാൻസലോ ഓവർലാപ്സ് നടക്കുകയാണെങ്കിൽ കട്ട് ബാക്സിനുള്ള സാധ്യതകളും കൂടുന്നു. കാരണം ക്യാൻസലോ അത്രയും നല്ലൊരു പ്ലെയറാണ്. 2 ഫുട്ടിലും അത്രയും ക്രോസസും കട്ട് ബാക്സ് ഒക്കെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. അത് ബാഴ്സയ്ക്ക് ഇന്നലെ നല്ലപോലെ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഈ ഫോൾസ് നയനിൽ വരുമ്പോൾ ഓൾമോ പലപ്പോഴും ഡീപ്പായിട്ട് പിച്ചിലേക്ക് എടുക്കുമ്പോൾ ഈ ഇൻ ബിഹൈൻഡ് ബോളുകളും അല്ലെങ്കിൽ ഓവർലാപ്സ് ഒക്കെ ബാഴ്സ കമ്പൈൻ ചെയ്തിട്ട് ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ കട്ട് ബാക്സിന് ഇൻ ദ ബോക്സ് ആളുണ്ടായില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ പോലും ഓൾമോക്ക് തങ്ങളുടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ലാത്തതുകൊണ്ട് പൊസിഷനിങ്ങിൽ പലപ്പോഴും കൺഫ്യൂഷൻസും അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള പൊസിഷൻസും എടുത്തിരുന്നു.
അത് സ്വാഭാവികമാണ്, കാരണം എല്ലാ സ്ട്രാറ്റജിക്കും ഒരു ഡൗൺ സൈഡ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡൗൺ സൈഡ് ആയിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏരിയൽ ത്രെറ്റും ബാസിക്ക് ഇന്നലെ കുറവായിരുന്നു. പ്ലസ് ഈ കട്ട് ബാക്സിനുള്ള പൊസിഷനൊക്കെ എടുക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു നമ്പർ 9 ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ബാഴ്സ തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. സംഭവം ശരിയാണ്, ഭയങ്കര ലക്കിയായിരുന്നു ബാഴ്സലോണ. ആ ഒരു റീബൗണ്ട് ലെവൻഡോസ്കിയിലെ മേത്ത് തട്ടിയിട്ടാണ് ഗോളിലേക്ക് വന്നത്. പക്ഷേ ഒരു നമ്പർ 9 പ്രോപ്പറായിട്ട് പൊസിഷൻ എടുക്കുമ്പോൾ അതിൻ്റേതായ ലക്കിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളെ തന്നെ തേടി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബാഴ്സയെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഹാഫിൽ ആ ഗോൾ റിസീവ് ചെയ്യണതിന് മുന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബോൾ പ്രോഗ്രഷനിലുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ കാരണം ഇന്നലെ എറിക് ഗാർസിയയ്ക്ക് ഒരു മോശം ദിവസമായിരുന്നു ഉണ്ടായിരുന്നു. മോശം ദിവസം എന്ന് പറയുമ്പോൾ എൻറ്റയർലി എല്ലാ ആസ്പെക്ട്സിലല്ല ഞാൻ പറയുന്നത്. ബോൾ പ്രോഗ്രഷനിൽ പലപ്പോഴും എറിക് ഗാർസിയയ്ക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നില്ല. പെഡ്രി ഹയർ ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുകയും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഒക്കെ തന്നെ പൊസിഷൻ ചെയ്തിട്ട് അവിടേക്ക് ബോൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇൻവോൾവ് ആവാൻ പറ്റാതെ ബോൾ പ്രോഗ്രഷൻ നടക്കാത്തതുകൊണ്ട് പെഡ്രിക്ക് പലപ്പോഴും ആ സ്പേസ് ലീവ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ വരുമ്പോൾ പെഡ്രിയിലേക്ക് ഒരുപാട് ഓവർലോഡ് എന്നല്ല നമ്മൾ വരുന്നുണ്ട്. ആ ഒരു ഒറ്റയ്ക്ക്, കാരണം ഫെർമിൻ ലോപ്പസും പലപ്പോഴും ഔട്ടർ ചാനലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഹാഫ് സ്പേസസിൽ കൂടുതൽ ഹൈ ആയിട്ടുള്ള പൊസിഷനായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഈ നമ്പർ 6ഉം നമ്പർ 8ഉം നമ്പർ 10ഉം തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസസ് വരുന്നുണ്ടായിരുന്നു. ആ ഡിസ്റ്റൻസസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനുള്ള പ്ലേയേഴ്സ് അവിടെ ഇല്ലെങ്കിൽ ബോൾ പ്രോഗ്രഷൻ ബുദ്ധിമുട്ടാവും. പിന്നീട് വ്യത്യാസങ്ങൾ വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ഗോളൊക്കെ റിസീവ് ചെയ്തതിന് ശേഷം ബെർണാലും വന്നതിനുപരി തന്നെ ക്യാൻസലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കാൻ തുടങ്ങി. കൂടുതലും ബാഴ്സ അറ്റാക്കിംഗ് ഒരു മൈൻഡ് സെറ്റിലൂടെ പ്ലേയേഴ്സിനെ പുഷ് ചെയ്യാൻ തുടങ്ങി. ക്യാൻസലോ ഒക്കെ ഹാഫ് സ്പേസസിൽ ആ പെഡ്രി എടുത്തിരുന്ന പൊസിഷൻ എടുത്തുകൊണ്ട് അവിടെ സ്പേസസ് കണ്ടെത്താനായിട്ട് ക്യാൻസലോയ്ക്ക് സാധിച്ചിരുന്നു. ക്യാൻസലോ ആ പൊസിഷൻ എടുക്കുമ്പോഴും ബാഴ്സലോണയ്ക്ക് അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വന്നു. കാരണം പലപ്പോഴും പെഡ്രി ഒക്യുപ്പൈ ചെയ്തിരുന്ന ഒരു പൊസിഷനായിരുന്നു അവിടെ ആ ഒരു ഇൻസൈഡ് ലെഫ്റ്റ് ഹാഫ് സ്പേസസ് എന്നുള്ളത്. അവിടെ പെഡ്രിയും ക്യാൻസലും ഒരേ സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടു. കാരണം ടെക്നിക്കലി പറയുകയാണെങ്കിൽ റാഷ്ഫോർഡ് ഇൻസൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് ബാക്ക് ആ വിട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇൻ ബിഹൈൻഡൊക്കെ റാഷ്ഫോർഡിന് റണ്ണുകൾ നടത്താനും ആ ഒരു ബാക്ക് 5 ആണെങ്കിൽ പോലും റൈറ്റ് വിങ്ങറെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് റാഷ്ഫോർഡിന് സാധിക്കും. പ്ലസ് ക്യാൻസലോ ഫ്രീ ആവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു പൊസിഷണൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അത് സോർട്ട് ആവാനുള്ള ടൈം എടുത്തുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. പെഡ്രി ഓവർലോഡ് ഒഫൻസീവ്ലി മാത്രമല്ല ഡിഫെൻസീവ്ലി എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ബാഴ്സയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റാഷ്ഫോർഡും ക്യാൻസലോ ഉള്ള സൈഡിൽ ഒരുപാട് ഡിസ്റ്റൻസ് പെഡ്രിക്ക് കവർ ചെയ്യേണ്ട പോലെ തോന്നി. പെഡ്രിയുടെ ഹീറ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓൾ ഓവർ ദ പിച്ചാണ് പെഡ്രി ഇന്നലെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക ഗെയിംസിലും പെഡ്രി അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു റഫീനിയുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പെഡ്രിക്ക് എളുപ്പമാവാറുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് പെഡ്രി. അങ്ങനെ ഒരു ചാൻസ് ഒക്കെ അത്ലറ്റിക്കോക്ക് ഉണ്ടായിരുന്നു. ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസ് ചാനലിൽ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പെഡ്രി എത്താത്ത ഒരു പക്ഷത്ത് ആ ത്രൂ ബോളൊക്കെ കളിച്ച് ഗ്രീസ്മാനെ കിട്ടിയ ചാൻസ് ഒക്കെ അങ്ങനെയായിരുന്നു. മിഡ് ബ്ലോക്കിലേക്ക് ഇരിക്കുമ്പോൾ ബാഴ്സ ബോളിനോട് അട്രാക്റ്റ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് പ്ലേസ് വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ ആയിട്ടുള്ള സോണിലേക്ക് റീസൈക്ലിംഗ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രഷർ കൊടുക്കാനായിട്ട് ബാഴ്സയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിയാണ്, ഒരു ബ്ലോക്കിലേക്ക് ഇരിക്കേണ്ട സമയമാണ് ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ ഡിഫൻഡേഴ്സിൻ്റെ ബോഡി ഷേപ്പും ആ ഒരു ഡിഫെൻസീവ് ലൈനും ഇറങ്ങേണ്ട സാഹചര്യം തന്നെയാണത്. ബാഴ്സലോണയുടെ ഹൈ ലൈനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളെന്നല്ല ഞാൻ. പക്ഷേ ചില സാഹചര്യങ്ങൾ മാത്രം, ബോളിൽ പ്രഷർ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അത് ഡ്രോപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഡ്രോപ്പ് ചെയ്യാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേ സാഹചര്യമൊക്കെ ഗെയിമിന് അതിന് മുന്നത്തൊരു ചാൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോൺ ഗാർസിയ അവിടെ രക്ഷകനാവുമായിരുന്നു. കാരണം ആ ഒരു സ്വീപ്പർ ക്രീപ്പർ എന്നുള്ള രീതിക്ക് ജോൺ വന്നിട്ട് ക്ലിയർ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ 1-2 വട്ടം കണ്ടു. പക്ഷേ ഗോളിലേക്ക് വരുമ്പോൾ സെയിം ആയിട്ടുള്ളൊരു സാഹചര്യം വരികയും പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റാതെ ഡിഫൻഡേഴ്സ് ഓഫ് സൈഡ് ട്രാപ്പിന് ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത്ലറ്റിക്കോ ഇൻ ബിഹൈൻഡ് സ്പേസ് കണ്ടെത്തി. അങ്ങനെയാണ് സിമിയോണി അത് റിസീവ് ചെയ്തിട്ട് ആ ഗോൾ സ്കോർ ചെയ്യുന്നതന്നെ. കിട്ടിലായിട്ടുള്ള ഫിനിഷും ആയിരുന്നു. അവർ ആ ഒരു ഫസ്റ്റ് ടച്ച് കൺട്രോളിലേക്ക് ഇറക്കി വന്നിട്ട് കൂളായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ടും സിമിയോണിക്ക് സാധിച്ചു. പക്ഷേ വൈകാതെ തന്നെ ബാഴ്സലോണ ഈക്വലൈസ് ചെയ്യുന്ന കാഴ്ച കൊണ്ട് റാഷ്ഫോർഡിലൂടെയാണ് ബാഴ്സലോണ ഈക്വലൈസ് ചെയ്തത്. അതും ഓൾമോ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഫോൾസ് 9 എന്നുള്ളൊരു ടാക്ടിക്കൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സാഹചര്യം കൂടിയായിരുന്നു. കാരണം ഓൾമോ ആണ് അത് ലേ ഓഫ് ചെയ്തിട്ട് റാഷ്ഫോർഡിന് കൊടുക്കുന്നു. അവിടെ നിന്ന് ഇൻഡിവിജ്വൽ ബ്രില്യൻസോടുകൂടി ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഡിഫെൻസീവ് തേർഡിലേക്ക് എത്തിയിട്ട് അവിടെ കമ്പൈൻ ചെയ്യാണ്. ആ കോമ്പിനേഷൻ ചെയ്യുമ്പോഴും ഒരുപാട് സാഹചര്യങ്ങൾ അതിന് മുന്നും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, ആ ഒരു സെയിം പാറ്റേൺ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്രില്യൻസോടുകൂടി റാഷ്ഫോർഡ് അവിടെ 1-2 എടുത്തുകൊണ്ട് ഫിനിഷ് ചെയ്യാം. പിന്നീട് ഫസ്റ്റ് ഹാഫിന് ശേഷം ആ ഒരു റെഡ് കാർഡ് വീണപ്പോൾ അത്ലറ്റിക്കോ അവരറിയാം ഒരിക്കലും തളർന്നു പോകുന്ന ടീമൊന്നുമല്ല. ഒരു 5-3-1 എന്നുള്ളൊരു ഫോർമേഷനിലേക്ക് അത്ലറ്റിക്കോ പോകുന്നുണ്ടായിരുന്നു. പലപ്പോഴും 5-4-0 എന്നുള്ള രീതിക്ക് ഇറങ്ങും. സോലോത്ത് അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു ഡിഫെൻസീവ് അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും പലപ്പോഴും അവർക്ക് കൗണ്ടർ അറ്റാക്സിൻ്റെ സാധ്യതകളുണ്ടായിരുന്നു. സോണിലായിട്ട് അവർ ഡിഫെൻസീവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ പ്രൊആക്റ്റീവായിട്ട് ഇൻ്റർസെപ്ഷൻസ് നടത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു.
ഇന്റർസെപ്ഷൻസ് നടത്തി ടേൺ ഓവേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ സോലോത്തിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. നല്ലൊരു സ്ട്രാറ്റജിയും കൂടിയായിരുന്നു, കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സോലോത്ത്. ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഇൻ ബിഹൈൻഡ് ബോളുകളൊക്കെ റിസീവ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയറാണ്. സോ ആ ഒരു സ്ട്രാറ്റജി സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ ചാൻസസ് അത്ലറ്റിക്കോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൗണ്ടർ അറ്റാക്സിലൂടെ സാധിച്ചിരുന്നു. പിന്നീട് ബാഴ്സയുടെ രണ്ടാമത്തെ ഗോൾ വരെയാണ് 10 വരെയായിട്ടുള്ള ചുരുങ്ങിയിട്ടുള്ള അത്ലറ്റിക്കോക്കെതിരെ ക്യാൻസലോ തൻ്റെ മികവ് കാണിച്ചു വെച്ചൊരു ഗോളായിരുന്നു. അത് ഒരുപാട് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അസിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ക്യാൻസലോടെ, കാരണം മാച്ചിലുടനീളം അദ്ദേഹം നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. ആ ഒരു ഡ്രിബ്ലിങ്ങും അവിടെ ഒരു ചോപ്പും ഒക്കെ കൊടുത്തിട്ടാണ് ക്യാൻസലോ ആ ഒരു ഷോട്ട് ഉതിർക്കുന്നത്. ലെവൻഡോസ്കി തൻ്റെ പൊസിഷൻ നല്ല രീതിക്ക് അവിടെ കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ലക്കും അദ്ദേഹത്തിന് ഫേവർ ചെയ്യാണ്. 2-1 സ്കോർ ലൈനിൽ ബാഴ്സ വിജയിച്ച് കയറി. അങ്ങനെ മാച്ച് അവസാനിക്കുകയാണ്. 87-ാം മിനിറ്റിലായിരുന്നു ഗോൾ വരുന്നത് തന്നെ. ഇത് ലലീഗയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചായിരുന്നു. ഇനി 2 ലെഗുകൾ വരുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ബാഴ്സലോണയ്ക്കായാലും അത്ലറ്റിക്കോക്ക് ആയാലും ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കി കണ്ടറിയാം. എന്തായാലും നല്ല ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാം. 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഒരുപാട് നല്ല മത്സരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ഉണ്ടാവുന്ന നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ തൽക്കാലം ചുരുക്കുന്നു. അടുത്ത വിശേഷങ്ങളായിട്ട്, അടുത്ത മാച്ചിൻ്റെ അനാലിസിസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും ഞാൻ അറിയിക്കുന്നു. വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.